ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് സുഭാഷിനോട് ചൂടാവുക, ദേഷ്യപ്പെടുക. അപ്പോൾ സുഭാഷ് ആണെങ്കിൽ എല്ലാവരും ചെറുത്ത് നിൽക്കുകയാണ്. സുനന്ദയ്ക്കും ഭർത്താവിനും മുന്തിരി നേരത്തെ ഭക്ഷണം ഇവിടുന്ന് കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ സുഭാഷ് ഏട്ടൻ കാണിക്കുന്ന ഈ ഒരു കഴിവും ശുഷ്കാന്തിയൊക്കെ കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ന് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നിൽക്കേണ്ടതായിരുന്നു എന്ന് സുധീഷ് പറഞ്ഞു. നമുക്ക് വേറെ നടത്തായിരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ സുധീഷേ, സുനന്ദയുടെ കല്യാണം കഴിഞ്ഞു, അത്രേ ഉള്ളൂ കേട്ടല്ലോ. ഇനി അതുമായി ബന്ധപ്പെട്ട വേറെ ഒരു കാര്യവും ഈ വീട്ടിൽ കേട്ടു പോകരുതെന്ന് സുഭാഷ് പറയാം. മനസ്സിലായോ എന്ന് ചോദിച്ച് ഇവരോട് ദേഷ്യപ്പെടുവാണേ. സുഭാഷ് തൻ്റെ ജോലികൾ ചെയ്യുന്നു. എന്തെങ്കിലും കാണിക്കരുത് നീ വാന്ന് പറഞ്ഞ് ഹരീഷിനെ വിളിച്ച് സുധീഷ് അവിടുന്ന് പോയി. നിധിയും അവിടുന്ന് അങ്ങ് പോയി. എന്നിട്ട് നേരെ സുധീഷിനോട്, സുധീഷേ അവർ വന്ന് പോകുന്നത് വരെ നിങ്ങൾ കുറച്ച് സമാധാനത്തോടെ ഇരിക്കാൻ നിധി പറയുക, കൂടുതൽ പറഞ്ഞു കുഴപ്പമാക്കരുതെന്നും പറഞ്ഞു. ഉത്തരവ് മേഡം, ഒന്നും പറയുന്നില്ലെന്നും പറഞ്ഞ് സുധീഷ് ഇരിക്കുന്നു. നിധി അവിടുന്ന് അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലളിതയെന്ന് വിളിച്ചുകൊണ്ട് സുനന്ദയുടെ അച്ഛനും വല്യച്ഛനും കൂടെയൊക്കെ കയറി വരിക. അപ്പോൾ കയറി വന്നപ്പോൾ നോക്കിക്കേ, പറഞ്ഞ സാധനങ്ങളെല്ലാം ഇതിലുണ്ടെന്ന് പറഞ്ഞു. ഇതും കൂടെ ചേർത്ത് പാക്ക് ചെയ്തേക്കാനും അച്ഛൻ പറയുവാണ്. ആ സമയത്ത് നാളെ രാവിലെ 9:30 മണിക്ക് അവരെത്തും. ഊണിന് മുൻപ് അവർക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തണമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോഴും ലളിത ആന്നും ഒരു മുകളിൽ നിൽക്കുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇവിടെ ശരിയാക്കണമെന്ന് പറയുമ്പോഴും എന്ന് പറഞ്ഞു ലളിത. ആ സ്വാമിയുടെ ഹോട്ടലിൽ ഏൽപ്പിച്ചാൽ പോരേന്ന് ചോദിക്കുമ്പോൾ എന്തിന് ഇവിടെ ഉണ്ടാക്കിയാൽ മതി എന്ന് ലളിത പറയാം. ഹോട്ടൽ ഭക്ഷണത്തിന് എപ്പോഴും അതിൻ്റേതായ രുചി കാണും. കഴിക്കുന്നവർക്ക് അത് കൃത്യമായി അറിയുകയും ചെയ്യാം. 10-25 ആൾക്കാർക്കുള്ളത് ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന് ലളിത പറയുമ്പം അത്രയൊന്നും ഇല്ലെന്നേ. അച്ഛനും അമ്മയും ചിലപ്പം അമ്മായിയും കാണും, പിന്നെ നമ്മളും ഉള്ളെന്ന് പറഞ്ഞു. എന്നിട്ടാണോ പിന്നെ എന്ന് ചോദിച്ച് ലളിത ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ധനേട്ടാ, അവൾ ആ വീട്ടിൽ പോയി തിരിച്ചു വരുന്നത് വരെ എൻ്റെ ഉള്ളു കിടന്ന് പിടയ്ക്കുകയായിരുന്നു എന്ന് പറയുമ്പം എനിക്കും അത് അങ്ങനെയാണെന്ന് ധനേന്ദ്രൻ പറയുക ഭാര്യയോട്. ഇനി അത് അവിടെ ചെന്നിട്ട് അവൻ്റെ കൂടെ ദുബായിലോട്ട് കയറി വന്നാൽ എനിക്ക് സമാധാനം ആകത്തുള്ളൂ എന്ന് അച്ഛൻ പറയണു. എത്രയും പെട്ടെന്ന് അവളെ കടൽ കടത്താൻ നോക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വല്യച്ഛനും പറഞ്ഞു കൊടുക്കുക. ലളിതയും ഇതൊന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇക്കാലത്തെ പിള്ളേരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ സുനന്ദ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു. ഇവർ തിരിഞ്ഞ് നോക്കുമ്പോൾ സുനന്ദയെ കണ്ടപ്പോഴത്തേക്കും അടിമുടി ഇങ്ങനെ നോക്കുക. അമ്മ എന്താടി എന്നുള്ളൊരു രീതിയിൽ. ആ സമയത്ത് അച്ഛന് ഭയങ്കര ദേഷ്യം മകളോട്. നാളെ നിന്നെ അവർ കൊണ്ടുപോകാൻ വരുന്നത്, ഇതിന് എന്നേ നീ റെഡിയായി നിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സുനന്ദ ഇങ്ങനെ നോക്കി. സാധാരണ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സങ്കടവും കരച്ചിലും ഒക്കെ കാണും. ഇവൾക്ക് അതൊന്നും ഇല്ല എൻ്റെ തന്നേട്ടാന്ന് ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നിനക്കെന്താടി ഞങ്ങളെ വിട്ടു പോകാൻ ഒരു വിഷമവും ഇല്ലേടി എന്ന് ചോദിക്കാം. അപ്പം നിങ്ങൾ തന്നെ ഒരുപാട് ആലോചിച്ച് എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച നല്ലൊരു സ്ഥലത്തേക്കല്ല ഞാൻ പോകുന്നത്, പിന്നെന്തിനാ ഞാൻ വിഷമിക്കുന്നതെന്ന് ചോദിക്കാം മകൾ അമ്മയോട്. പിന്നെ ഇപ്പം തയ്യാറായി നിൽക്കുന്നതേ നാളെ രാവിലെ പോകാൻ വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ അച്ഛനും ഇങ്ങനെ നോക്കുക. ഞാനും അച്ഛനും കൂടി ഒന്ന് പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കുക. അമ്പലത്തിലേക്കായിരിക്കും അല്ലേ? എന്നാൽ ഞങ്ങളും അന്നേരം അമ്പലത്തിലേക്കല്ല. അച്ഛനിങ്ങനെ നോക്കുവാണ്. ആണെങ്കിലും ഇനി നിങ്ങൾ കൂടെ വരേണ്ട കാര്യമില്ല, ഞങ്ങൾ തനിയെ പൊക്കോളാമെന്ന് പറയാം മകള്. അച്ഛൻ അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. അത് കേട്ടപ്പം എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പം ഭാസ്കരമാവയുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് അന്തം വിട്ട് ഇവരിങ്ങനെ നോക്കുക. എങ്ങോട്ടെന്ന് പറഞ്ഞേ എന്ന രീതിയിൽ. ആ സമയം ഞങ്ങൾ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞപ്പം നീ എന്താടി ഞങ്ങളെ പരിഹസിക്കാണോടി എന്ന് ചോദിച്ചാൽ അച്ഛൻ ചാടി എഴുന്നേറ്റു. അപ്പം അതൊക്കെ ഉള്ളിൽ ചെറുക്കനുണ്ട്, അവൻ കേൾക്കണ്ടാന്ന് ലളിത അവിടെ ഇരിക്കും പറഞ്ഞ അമ്മ അച്ഛനെ പിടിച്ച് അവിടെ അങ്ങേരുത്തി. ഒരു കൂസലും ഇല്ലാതെ നിൽക്കുവാണ് മകള്. കല്യാണം കഴിഞ്ഞു എന്ന് കരുതി എന്തും കാണിക്കാവുന്നതാണോ എന്ന് അച്ഛൻ മകളോട് ചോദിച്ചു. നീ എന്താടി കളിയാക്കുവാണോടി ഞങ്ങളെന്ന് ചോദിച്ച് അച്ഛൻ ദേഷ്യപ്പെടുക. അടിച്ച് കാരണം പൊട്ടിക്കാൻ ഞാനെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്തിനാടി വീണ്ടും അവിടത്തേക്ക് കെട്ടെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമ്മ നീ പോയി യാത്ര പറഞ്ഞിട്ട് വന്നതല്ലേ, പിന്നെ എന്തിനാ ഇനി അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുക. നീ കാണിക്കുന്നത് ശരിയല്ല കേട്ടോ മോളെ എന്ന് വല്യമ്മാമയുടെ വകയുടെ ഡയലോഗ്. നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി ഒരു നല്ല ഇടത്തേക്ക് കല്യാണം കഴിച്ച് വിട്ടതാണോ ഇവരെ ഏത് തെറ്റ് എന്ന് വല്യമ്മാവ മോളോട് ചോദിക്കുക. പിന്നെ ആ കുടുംബത്തിൻ്റെ മുന്നിൽ ഇവരെ അപമാനിക്കാനാണോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പം ഗംഗാധര മാമ എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് ചോദിക്കുക, ഇതിലെന്താ ഇത്ര അപമാനിക്കപ്പെടാനുള്ളതെന്ന് ചോദിച്ചു. ഞാൻ അവിടെ യാത്ര പറയാൻ പോയി, പോരാ നേരത്തെ അശ്വനും കൂട്ടി പോന്നോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. എന്നാൽ പിന്നെ രാത്രി ഭക്ഷണത്തിന് വരാൻ എന്നോട് പറഞ്ഞു എന്ന് സുനന്ദ പറയുവാണ്. അശ്വനോട് പറഞ്ഞപ്പോൾ അശ്വനും അതിനോക്കെയാണ്. പിന്നെ ഇതിനെന്തിനാ നിങ്ങളെന്തിനാ അപമാനപ്പെടുന്നതെന്ന് മകള് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും കലി. ഇവിടെ നമ്മുടെ മാനം കളഞ്ഞേ അടങ്ങൂന്നുള്ള വാശിയിലാണെന്ന് പറഞ്ഞ അച്ഛനിരുന്ന് ഇങ്ങനെ പറയട്ടെ. ലളിതയ്ക്കും ഭയങ്കര ദേഷ്യമേ. ആ സമയത്ത് നിങ്ങളെന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്, അതിൻ്റെ ആവശ്യം എന്താണെന്ന് സുനന്ദ ഇവരോട് ചോദിച്ചു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ പോകുന്നതെന്ന് മകള് ചോദിക്കുമ്പോൾ പിന്നെ നാളെ രാവിലെ ഞാനും അശ്വനും കൂടി അശ്വൻ്റെ വീട്ടിലേക്ക് പോകുമെന്നും പിന്നെ അതിനു മുൻപ്
ഞാൻ അശ്വിൻ്റെ വീട്ടുകാരെയും വഞ്ചിച്ച് സുഭാഷ് ചേട്ടൻ്റെ കൂടെ ഓടിപ്പോകുമെന്ന് നിങ്ങൾ കരുതിയോ എന്ന് സുനന്ദ ചോദിക്കുക. അച്ഛനും അമ്മയും അന്തം വിട്ട് കൊന്തം വിഴുങ്ങി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സുനന്ദയുടെ നേരെ. നിങ്ങളങ്ങനെയൊക്കെ ചിന്തിക്കുമായിരിക്കും, പക്ഷെ ഞാനത് ചെയ്യില്ല എന്നും അത്രയ്ക്ക് മോശക്കാരിയൊന്നും അല്ല ഞാനെന്നും സുനന്ദ അച്ഛനോടും അമ്മയോടും വളരെ വ്യക്തമായിട്ട് അങ്ങ് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ വിവാഹം കഴിഞ്ഞു, ഇനി എൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാൻ വരണ്ടെന്നും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനും എൻ്റെ ഭർത്താവുണ്ടെന്നും സുനന്ദ ഇവരോട് പറയുക. മോളെ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞാൽ അതോടെ തകരാൻ പോകുന്നത് നിൻ്റെ ജീവിതമാണെന്ന് പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പേ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു അശ്വൻ. അപ്പോൾ എന്താ നമ്മൾ ഇറങ്ങല്ലേ ചോദിച്ചു. എന്താ ഇവർ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഞാൻ അവിടേക്ക് പോകുന്ന കാര്യം പറയുമായിരുന്നേ, അപ്പോൾ ഉടനെ തന്നെ പൊക്കോളാൻ ഇവർ പറയുമായിരുന്നു എന്ന് പറഞ്ഞു സുനന്ദ. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചാണ്ട് ഇങ്ങനെ ഇരിക്കല്ലേ ലളിതയാ വല്യമ്മാമയൊക്കെ. അപ്പോഴേക്കും അശ്വൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അശ്വൻ ആ കോൾ എടുത്ത് പുറത്തേക്ക് അങ്ങ് പോയി. അപ്പോൾ അതേ കൂടുതൽ നീ കളിക്കരുത് കേട്ടോ, പോകരുതെന്ന് പറഞ്ഞാൽ അത് അനുസരിക്കുകയാണ് വേണ്ടത് കേട്ടല്ലോ എന്ന് പറഞ്ഞ അച്ഛൻ നിൽക്കുമ്പം എന്തായാലും അശ്വനോട് പറഞ്ഞു പോയില്ലേ, വാക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ എന്ന് സുനന്ദ പറഞ്ഞു. അതുമാത്രമല്ല സുഭാഷ് ഏട്ടനും ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുകയും ചെയ്യുന്നു. ഇത്രയും കാലം ഞാൻ സുഭാഷ് ഏട്ടനെ ചതിച്ചിട്ടേ ഉള്ളൂ എന്നും ഇത്തവണ കൂടി അത് വയ്യെന്നും സുനന്ദ പറയുക. ഇനി നിങ്ങൾക്ക് വാശിയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, പക്ഷേ എല്ലാം ഞാൻ അശ്വനോട് പറയുമെന്ന് പറഞ്ഞു സുനന്ദ. സുഭാഷ് ഏട്ടനോട് എനിക്കുള്ള പ്രേമവും കല്യാണത്താലെന്ന് ഞാൻ ഇവിടുന്ന് ചാടിപ്പോയി സുഭാഷ് ഏട്ടനോട് കെട്ടാൻ ആവശ്യപ്പെട്ടതും നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് വലിയ ഡ്രാമ ഉണ്ടാക്കിയതും എന്നെ തിരിച്ചു കൊണ്ടുവന്നതും എല്ലാം ഞാൻ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പനെ അമ്മയും വരച്ച വരയിൽ നിർത്താണ് സുനന്ദ. എന്താ ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അശ്വൻ ഫോൺ വിളിച്ചിട്ട് തിരിച്ച് കയറി വന്നു. എന്ത് പറയട്ടെ എന്ന്, എന്താ കാര്യം, എന്താ അച്ഛാ പറയച്ചാ, പറഞ്ഞു കൊടുക്കമ്മേ എന്ന് സുനന്ദ ഇങ്ങനെ പറയുമ്പോൾ അത് പിന്നെ അയ്യോ അതൊന്നുമില്ല മോനെ, അത് പിന്നെ അവരുമായിട്ട് ഞങ്ങൾക്കുള്ള തർക്കം എന്താണെന്ന് മോനോട് പറയട്ടെ എന്ന് പറയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വല്യമാമ. അത് ചുമ്മാ സ്വത്ത് തർക്കം അത്രേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വല്യമാമ. അപ്പോഴത്തേക്കും ചേച്ചിയോണ്ട് നിൽക്കുക ലളിത. അതില്ലാത്ത വീട് ഏതാ ഉള്ളതെന്ന് അശ്വൻ അന്നേരം പറഞ്ഞു. എന്നാൽ പിന്നെ നമ്മൾ ഇറങ്ങുമല്ലേ സുനന്ദേ, വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോണു. ഇവർക്ക് ചങ്കി തീയായിട്ട് അവിടെ ഇരിക്കുക. ഈ സമയത്ത് നമ്മുടെ സുഭാഷ് എല്ലാം അവിടെ റെഡിയാക്കി. അപ്പോൾ അതേ നമുക്ക് അവിടെ നിന്ന് തുടച്ചിടാമെന്ന് പറഞ്ഞു. അപ്പോൾ നിധി തുടയ്ക്കാൻ പോയപ്പോഴേക്കും വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് സുഭാഷ് ഓടി ചെന്ന് തുടയ്ക്കാൻ പോകും. അപ്പോഴത്തേക്കും അനിയന്മാരവിടെ കയറി അങ്ങനെ ഇരിക്കുക. ഹരീഷും അതുപോലെ സുധീഷും ഒക്കെ കൂടി ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ ആ തറയൊക്കെ തുടച്ച് വൃത്തിയാക്കുവാണ്. പിന്നെ അവരെ വിളിച്ച കാര്യമൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറയും കേട്ടോ. എല്ലാം തുടച്ച് നീറ്റാക്കിയിട്ട് സുഭാഷ് ഏട്ടൻ അങ്ങ് പോയി. അവരിപ്പോൾ വരും. ആര്? സുനന്ദയ്ക്ക് ഇങ്ങോട്ട് വരാൻ ആകെ ഒരു വഴിയാറുള്ളൂ. സ്ഥിരം ചാടി വരുന്ന വഴിയല്ലേ, അപ്പോൾ കെട്ടിയവനെ കൊണ്ട് വരുമ്പോഴും ആ വഴി മുള്ളിക്കാരും മറന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് ഇങ്ങനെ ഇരുന്ന് പറയാം. പക്ഷേ അവർ മുൻവശത്തോടെ വന്നേ. അവരെ കണ്ടപ്പോഴത്തേക്ക് കയറി വാ അതെ കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുഭാഷ് ഭയങ്കര സ്നേഹത്തോടെ ഇങ്ങനെ വിളിക്കുക കേട്ടോ. അപ്പോൾ മുൻവശത്തോടെ കയറാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ പിൻവശത്തോടെ വരാമെന്ന് പറഞ്ഞു സുനന്ദ. ആ സമയത്ത് നമ്മുടെ അച്ഛൻ ചോദിക്കണം, അല്ല ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ വീട്ടിൻ്റെ പിൻവാതിലൂടെയാണ് കയറി ചെല്ലുന്നത്, മുൻവാതിലൂടെ അല്ലേ എന്ന്. അപ്പം അത് ഞാൻ അച്ഛനും അമ്മയാറ് ഇവരെയൊക്കെ കാണാൻ സ്ഥിരമായി വരുന്ന വഴിയാണ്, അതാ ഞാൻ ഓർക്കാതെ അതിലെ വന്ന് പോയതെന്നും സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അത് നീ എന്തിനാ വെറുതെ എന്നോട് സോറി പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് അച്ഛൻ ഇവരെ കണ്ടു. അച്ഛൻ ഇവരെ കണ്ടപ്പോഴത്തേക്കും എഴുന്നേറ്റ് പോയി. പിന്നെ അവരെ വിളിച്ച് അകത്തേക്കൊക്കെ ക്ഷണിച്ചു. അപ്പോൾ അതെ മാമൻ ഇങ്ങനെ ഇവരെ നോക്കുക കേട്ടോ. അപ്പോൾ നിധിയാണെങ്കിലും ഭയങ്കര സ്നേഹത്തോടെ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഇവരകത്തേക്ക് കയറി ചെന്നു. അവർക്ക് കസേരയൊക്കെ ഇട്ട് കൊടുത്തു. അവരങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ സുനന്ദ എല്ലാവരെയും അശ്വിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതിന്നയാളുടെ ഭാര്യ എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനത്തെ സുനന്ദ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ നിധിയാണെങ്കിലും നമസ്കാരമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ദുബായിലല്ലേ ജോലി എന്ന് സുധീഷ് ചോദിച്ചു. അതെ, സുനന്ദയുടെ അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ സൂപ്പർവൈസർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എല്ലാവരും വളരെ സ്നേഹമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ചേച്ചി കൊണ്ടുപോകുമായിരിക്കുമല്ലേ? കൊണ്ടുപോകണം. പിന്നെ പാസ്പോർട്ട്, വിസ, അങ്ങനെ ചില ഫോർമാലിറ്റീസൊക്കെ ഉണ്ടാവണം, അതൊക്കെ ശരിയാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സൂപ്പറാണല്ലോ നമ്മുടെ നികേഷ് പറഞ്ഞു. ചിരിച്ചാണ്ട് എല്ലാവരും ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കാം. അപ്പോൾ നിങ്ങളെയൊന്നും കല്യാണത്തിന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് സുനന്ദ കഥകളൊക്കെ പറഞ്ഞതെന്നുള്ള കാര്യം അശ്വൻ പറയുവാണേ. അപ്പം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇവരെല്ലാവരും നിൽക്കുന്നു. അയ്യോ അതൊക്കെ പഴയ കഥകളല്ലേ, പക്ഷേ ഇപ്പം സുനന്ദ ചിലപ്പോൾ അതൊന്നും നോക്കാതെ ഇവിടേക്ക് വരുമെന്ന് സുധീഷ് പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ നിൽക്കുക. വേറെ ആരും ഇവിടേക്ക് വരാറില്ല, ഞങ്ങളും അങ്ങനെ അങ്ങോട്ട് പോവാറുമില്ല എന്ന് സുധീഷ് പറയുമ്പം എന്ന് പറഞ്ഞ അശ്വൻ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. സുനന്ദ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് ഇവർ കസിൻസ് അല്ലേ, അപ്പം മുതിർന്നവരും മിണ്ടണ്ടെന്ന് പറഞ്ഞാലും മിണ്ടാതിരിക്കുമെന്നും നിധി ഇങ്ങനെ ചോദിക്കുക. പിന്നെ അതുകൊണ്ട് ഇവർ തമ്മിൽ നല്ല അടുപ്പാണെന്ന് പറഞ്ഞു. എല്ലാ കുടുംബത്തിലും ഇങ്ങനെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നേ. ഞങ്ങളുടെ ഫാമിലിയിലും ഇതൊക്കെ പോലെ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഞങ്ങളുടെ ജനറേഷനിൽ എല്ലാവരും ഭയങ്കര ക്ലോസ് ആട്ടോ ഇതുപോലെ എന്നും പറഞ്ഞു നമ്മുടെ അശ്വൻ പറയുമ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ സംസാരിക്കുക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഭാഷ് അടുക്കളയിലേക്ക് പോയി. ഭക്ഷണം കഴിച്ചാലോ എന്ന് നിധി ചോദിച്ചു. കഴിക്കാമെന്നും പറഞ്ഞു.
അപ്പോൾ അവരെല്ലാവരും കൂടെ ഭക്ഷണം എടുക്കാനൊക്കെ ആയിട്ട് പോണു. പിന്നെ ഇലയൊക്കെ കൊണ്ട് നിരത്തി ചോറും കറികളും വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇരിക്കുന്നില്ല, നിങ്ങളും ഇരിക്കാൻ പറഞ്ഞു. അത് സാരമില്ല, നിങ്ങൾ കഴിക്കാൻ പറഞ്ഞു, ഞങ്ങളിവിടെ നിന്നോളാമെന്ന് പറഞ്ഞു. ആ സമയത്ത് അച്ഛൻ ഇനി അവരുടെ കൂടെ അങ്ങനെ ഇരിക്കോ എന്നുള്ള ടെൻഷനില്ല. അപ്പോഴത്തേക്ക് അച്ഛൻ കയറി വന്നു. കഴിച്ചു തുടങ്ങിയോ? അപ്പം ഞാൻ സാധാരണ ഇത്ര ഹെവി ആയിട്ട് കഴിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ന് നിങ്ങൾക്കൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് ഇരിക്കാൻ മാമ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എൻ്റെ സ്ഥലം ഇവിടെ മാറിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ ചെന്നങ്ങിരുന്നു. അപ്പോഴത്തേക്കും മോളെ നിധി അച്ഛനെ ചോറെടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ നിധിയെ കൊണ്ട് ചോറും വിളപ്പിച്ച് കഴിക്കുന്നു. അങ്ങനെ സുഭാഷ് ചേട്ടൻ ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ നല്ല അടിപൊളിയാണ്, അതൊക്കെ ഞാൻ ആദ്യം ടേസ്റ്റ് നോക്കുന്നതെന്നൊക്കെ സുനന്ദ പറയാം. പിന്നെ സുഭാഷിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൊതി കൊണ്ട് ഒരു പാത്രത്തിലാക്കി തരും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്നൊക്കെ സുനന്ദ ഇങ്ങനെ പറയുന്നു. അപ്പം ഇതൊക്കെ കേട്ട് ചിരിച്ചാണ് നമ്മുടെ അച്ഛൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അന്നേരം അച്ഛൻ ഇനി ചിരിച്ചു. അങ്ങനെ എന്തായാലും അച്ഛനെയും അമ്മയും വിളിച്ച് ഇവരിവിടെ വന്ന് വിരുന്നൊക്കെ സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും ഒരുപാട് സംസാരിച്ചു, ഒരുപാട് സ്നേഹത്തോടെ ഇവരോട് ഇടപെട്ടു. അശ്വനും വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. പിന്നെ ഒരുപാട് സുനന്ദ ഇവരെ വാതോരാതെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ സുനന്ദയാണെങ്കിൽ അശ്വൻ പറഞ്ഞതിനെപ്പറ്റി എല്ലാം ഇവിടെ ഇരുന്ന് പറയുവാണ്. അങ്ങനെ നമ്മുടെ അച്ഛൻ അവിടുത്തെ ദർഹംസിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുവാണ്. പിന്നെ അവിടുത്തെ ജോലികളെ പറ്റിയും ഒക്കെ ഇങ്ങനെ അച്ഛൻ വിശേഷങ്ങൾ ചോദിക്കുന്നു. അശ്വനും അതുപോലെ തന്നെ ഇവരോട് സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ജോലിയും കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സുനന്ദയെ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ സുനന്ദയ്ക്ക് അവിടെ എന്തെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾ വരുന്ന അതിനല്ലല്ലോ എന്ന് ഒരു ഡയലോഗും കൂടെ അച്ഛൻ. അപ്പോഴേക്കും ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അയ്യോ പണി പാളിയോ എന്നോർത്ത് ഇങ്ങനെ സുഭാഷും അനിയന്മാരും നിധിയൊക്കെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് നിധി അവൾ കഴിക്കാൻ വരുന്നതിനെ പറ്റി അച്ഛൻ കളിയാക്കി പറയുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാട്ടോ. വീട്ടിലേക്ക് വരുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സുഭാഷേട്ടൻ്റെ കുക്കിങ് ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന് നിധി എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അല്ല ഏട്ടൻ എന്താ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാത്ത എന്ന് സുഭാഷ് ഇങ്ങനെ നമ്മുടെ സുഭാഷിനോട് അശ്വിൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഇവരിങ്ങനെ എല്ലാവരും അന്തം വിട്ട് അങ്ങോട്ടും കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.